വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തി. മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. അന്വേഷണ സംഘം റഹീമിന്റെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങളുമായി കമലേഷ് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, ഈ തനിക്ക് കടബാധ്യതയുള്ള കാര്യം, ആ ബുദ്ധിമുട്ടൊന്നും മകനെ അറിയിച്ചില്ലായിരുന്നെന്നൊക്കെ അബ്ദുൾ റഹീം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ എന്താണ്, മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. വർഷ, അബ്ദുൾ റഹീമിനെ ഇപ്പോൾ ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനകത്ത് അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം പ്രാഥമികമായി പോലീസിന് മുൻപാകെ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയിൽ പറഞ്ഞ പല കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളതിന് വേണ്ടിയാണ് ഇന്ന് വീണ്ടും അദ്ദേഹത്തെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തും എന്ന് അറിയിച്ചിരുന്നു. രാവിലെ പോലീസിനെ ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് വരാൻ സാധ്യതയില്ല എന്ന് പറയുകയും, എന്നാൽ പിന്നീട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇപ്പോൾ മൊഴി നൽകുകയുമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ മൊഴിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ സാമ്പത്തിക പ്രയാസങ്ങൾ ഉള്ളത് സംബന്ധിച്ച് തന്റെ കുടുംബത്തെ അല്ലെങ്കിൽ അഫാനെ ഒന്നും ഈ വിവരം അറിയിച്ചിട്ടേ ഇല്ല. തന്റെ പ്രതിസന്ധി അല്ലെങ്കിൽ തന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ തീർക്കുന്നതിന് വേണ്ടി, തന്റെ കടം വീട്ടുന്നതിന് വേണ്ടി ആരെയും, മകനെ ഉൾപ്പെടെ നിയോഗിച്ചിട്ടില്ല, അവരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ മകൻ നേരത്തെ പോലീസിന് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴി എന്ന് പറയുന്നത്, പിതാവിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ തുകയുണ്ട്, അദ്ദേഹത്തിന്റെ ബാധ്യത തീർക്കുന്നതിന് വേണ്ടി വലിയ ഒരു തുക കണ്ടെത്തേണ്ടതുണ്ട്, അതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പലിശക്കടക്കം പണം എടുക്കേണ്ടി വന്നത്, വലിയ കടബാധ്യത കുടുംബത്തിന് ഉണ്ടാക്കേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ, അതായത് റഹീം പറയുന്നതും മകൻ അഫാൻ പറയുന്നതും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് വീണ്ടും മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും കടം കുടുംബത്തിനുണ്ട് എന്നുള്ളത് തനിക്ക് അറിയില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു 15 ലക്ഷം രൂപ തന്റെ അറിവിൽ കുടുംബത്തിന് കടമുണ്ട്. അത് ലോൺ എടുത്തതും മറ്റാളുകളോടുമൊക്കെ വാങ്ങിയിട്ടുള്ള തുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ 65 ലക്ഷം രൂപ എങ്ങനെ കുടുംബത്തിന് ബാധ്യതയുണ്ടായി എന്ന കാര്യത്തിൽ തനിക്ക് അറിവില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് ഈ പ്രതിയുടെ ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു, ഷെമിയുടെ മൊഴി. അതിൽ ഷെമി പറയുന്നത്, ഈ അഫാനെ, പ്രതിയായിട്ടുള്ള അഫാനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മൊഴിയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഷെമി കൊടുത്തിട്ടുള്ളത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഇപ്പോൾ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് പോലീസ്. വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്.